ഇതാണ് കേട്ടോ എൻ്റെ വിറകടുപ്പ്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്, അത്യാവശ്യം മാത്രമാണ് ഗ്യാസുമ്മലേക്ക് പോകൽ. നല്ലോണം കത്തുന്ന അടുപ്പാണ് കേട്ടോ അത്. ഈ ഒരു ചെറിയൊരു അടുപ്പുണ്ടല്ലോ അതിലാണ് അധികം കരിയൊന്നും പിടിക്കാത്തത്. പക്ഷേ ഇത് അകത്തേക്ക് പുക വരും. പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ചുമരിൻ്റെ സൈഡിലൊക്കെ പോകാവും. അതുകൊണ്ട് ഞാൻ ഈ വലിയ അടുപ്പിലാണ് അധികവും ഭക്ഷണം ഉണ്ടാക്കൽ. 3-4 ദിവസമായിട്ട് ഈ പെയിൻ്റ് അടി തുടങ്ങിയിട്ട് കേട്ടോ. കാക്കന്നാണ് അപ്പോൾ ഒഴിവിനനുസരിച്ചിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. 2 വർഷത്തോളമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ഷീറ്റ് ഇടണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ കാറ്ററിങ് കിച്ചൺ ഒന്ന് വിപുലപ്പെടുത്തണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതാ അടുത്ത വീഡിയോയിൽ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എത്ര ചിലവായെന്നും എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയതെന്നും ഒക്കെ ഞാനിതിൽ കാണിച്ചു തരാം കേട്ടോ. കിണർ പകുതി വാർത്ത് അതിൻ്റെ മേലെയാണ് കേട്ടോ സ്ലാബ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഞങ്ങളെ കിണർ അത്യാവശ്യം നല്ല ആഴമുണ്ട്. എന്നാലും നല്ലോണം എല്ലാ കടുത്ത വേനലായാലും ഇവിടെ വെള്ളം വറ്റലൊന്നുമില്ല കേട്ടോ. നല്ലോണം ടാങ്കിലേക്കൊക്കെ വെള്ളം കയറുന്ന രീതിയിൽ തന്നെയാണ് വെള്ളം ഉള്ളത്. അപ്പോൾ ഇതാ ബക്കറ്റും കയറൊക്കെ കുറേ ആയിട്ടും ഇല്ലേന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ആഴം കൂടുതലുള്ളതുകൊണ്ട് വായുസഞ്ചാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ബക്കറ്റും കയറൊക്കെ ഇട്ടത്. ബക്കറ്റും കയറും കിണറിൽ വീണതിൻ്റെ ശേഷം പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഇത് ബക്കറ്റും കയറും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു വർഷത്തോളമായിട്ടുണ്ട്. ഇനി ഇപ്പോൾ അതാ അതിന്ന് വെള്ളം കോരിയപ്പോൾ എന്തൊരു തണുപ്പാണ് അറിയുക ഈ വെള്ളത്തിന്. നല്ല അടിപൊളി തണുപ്പ്, അടിപൊളി തണുപ്പ്. കാരണം ഒരുപാട് ആഴമുള്ളതിനോണ്ട് ആഴത്തിലുള്ള കിണറിൽ നല്ല നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കുമല്ലോ. ഈ കൊടും വേനലാണെങ്കിലും പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് അതൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ആഴമുള്ളൊരു കിണറായിരിക്കുമല്ലോ എല്ലായിടത്തും. വെള്ളം വറ്റുന്ന സീസണാണ്. പക്ഷേ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഞങ്ങൾ കിണർ ഇതുവരെ വറ്റിയിട്ടില്ല. അപ്പോൾ ഈ കാറ്ററിംഗ് അടുക്കളൻ്റെ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.